തിരിച്ച് ഗൾഫിൽ പോയപ്പോഴായിരുന്നു ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ. തിരിച്ച് വരാൻ പറ്റില്ല, 8 മാസത്തോളം അവിടെ നിന്നു. അങ്ങനെ എനിക്കൊരു ഗ്യാപ്പ് വന്നു. പഠനം കഴിഞ്ഞ് എൻ്റെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ കുഞ്ഞായി. അങ്ങനെ ആ ഒരു പ്രഗ്നൻ്റ് ആയ ടൈമിലായിരുന്നു. ആ സമയത്ത് എനിക്ക് തീരെ പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയതേയില്ല. ഫാമിലി സപ്പോർട്ടാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടത്. അതെല്ലാത്തിനും കുറച്ച് നമുക്ക് എക്സ്പ്ലനേഷൻസ് ഉള്ളൂ. അതായത് നമുക്ക് ക്വിക്കായിട്ട് നമുക്കൊരു റിവിഷൻ നടക്കാം. നമുക്ക് ഇച്ചിരി സമയമേ ഉള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് എനിക്ക് തോന്നി അതാണ് ഏറ്റവും ബെസ്റ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് പിന്നെ വേറെ പ്രീവിയസ് ഇയർ നോക്കേണ്ട കാര്യമേ ഇല്ല. ഇതെൻ്റെ 2ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടിയത്. അതിൽ I+നോട് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഓച്ചിറ സ്വദേശിനിയായ ഹസീബയാണ്. 15,000-ലധികം പേര് പരീക്ഷ എഴുതിയതിൽ 1,500-ഓളം പേര് മാത്രമാണ് പാസ്സായിരിക്കുന്നത്. അങ്ങനെ 10.01% പാസ്സായ ഈ പരീക്ഷയിൽ കൊമേഴ്സ് സബ്ജക്റ്റിൽ വിജയായ ഹസീബയെ ഈ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഹസീബ. താങ്ക് യു സർ. ആദ്യമായിട്ട് ഹസീബയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു പഠനയാത്ര എന്നൊക്കെ ഉള്ളത്? PG ലെവൽ വരെയുള്ള പഠനത്തിനെ പറ്റി ചുരുക്കി ഒന്ന് പറയാം. പറയാം. ഞാനാണെങ്കിൽ MCOM വരെ പഠിച്ചിട്ടുണ്ട്. ഞാൻ BCOM വരെ ഗൾഫിലായിരുന്നു പഠിച്ചത്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ ആയിരുന്നു. BCOM വരെ പഠിച്ചതിന് ശേഷം വാപ്പ നാട്ടിൽ സെറ്റിൽ ആവാന്ന് പറഞ്ഞ് അങ്ങനെയാണ് നാട്ടിലോട്ട് വരുന്നത്. അവിടുന്ന് പിന്നെ ഇവിടെ വന്ന് ഒക്കെ നോക്കി കോളേജ് എല്ലാം നോക്കി അങ്ങനെ മാറിവാനിയോസ് കോളേജ് കല്ലുമലയിലാണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്നാണ് MCOM പൂർത്തിയാക്കിയത്. പിന്നെ MCOM ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സ് എപ്പോഴും പറയും നിങ്ങൾ നെറ്റും സെറ്റും എല്ലാം പറ്റുമ്പോൾ ഒക്കെ എഴുതണം, അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പണ്ടോട്ടെ ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾക്കെല്ലാം ഇതുപോലെ ഞങ്ങൾ എപ്പോഴും കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ ഞാനായിരുന്നു പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവർക്ക് എപ്പോഴും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുമ്പം ഒന്നുകൂടെ ഞാൻ ആ ടോപ്പിക്കുകൾ വീണ്ടും റിവൈസ് ചെയ്യും, പഠിക്കുകയും ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു എൻ്റെ പഠിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ആ ടോപ്പിക് ഓൾറെഡി ഞാനും പഠിക്കും. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് MCOM ചെയ്തു. അതിനുശേഷമാണ് ഞാൻ സെറ്റിനും പ്രിപ്പയർ ചെയ്ത് കയറിയത്. പിന്നെ നെറ്റിനും ചെയ്യുന്നുണ്ട്. പഠനയാത്ര ചുരുക്കി പറഞ്ഞു. ഏത് വർഷമായിരുന്നു മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്? ഞാൻ 2022 ബാച്ചായിരുന്നു. ഞാൻ വന്ന സമയത്ത് കോവിഡ് ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ MSM കോളേജിൽ അഡ്മിഷനൊക്കെ നോക്കി സെറ്റാക്കി വെച്ച് തിരിച്ച് ഗൾഫിൽ പോയപ്പോഴായിരുന്നു ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ. തിരിച്ച് വരാൻ പറ്റില്ല, 8 മാസത്തോളം അവിടെ നിന്നു. അങ്ങനെ എനിക്കൊരു ഗ്യാപ്പ് വന്നു. അതിനുശേഷം ഇവിടെ വന്നപ്പോഴത്തേക്കിന് MSMലെ സീറ്റ് എല്ലാം ഫില്ലായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ മാറിവാനിയോസിൽ കയറിയത്. അപ്പോൾ 2022 ഞാൻ പാസ് ഔട്ട് ആയത്. അപ്പോൾ അതിനുശേഷം ഈ പഠനയാത്രയിലായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ ജേർണിയിൽ സെറ്റ് എത്രാമത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, എങ്ങനെയായിരുന്നു പഠിച്ചതും അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊന്ന് പറയാമോ? ഇതെൻ്റെ 2ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടിയത്. അതിൽ I+നോട് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ പ്രഗ്നൻ്റ് ആയ ഒരു ടൈമിലായിരുന്നു. പഠനം കഴിഞ്ഞ് എൻ്റെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ കുഞ്ഞായി. അങ്ങനെ ആ ഒരു പ്രഗ്നൻ്റ് ആയ ടൈമിലായിരുന്നു. ആ സമയത്ത് എനിക്ക് തീരെ പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയതേയില്ല. അതിനുശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക നേരമാണ് ഇങ്ങനെ നമ്മൾ ക്ലാസ് നെറ്റും സെറ്റൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ I+ൻ്റെ വീഡിയോസ് ഓരോന്ന് വന്നു തുടങ്ങി. അങ്ങനെ ഓരോന്ന് കണ്ടപ്പം മലയാളത്തിലുമാണ് എക്സ്പ്ലനേഷൻ. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാത്തിനും കുറച്ചേ നമുക്ക് എക്സ്പ്ലനേഷൻസ് ഉള്ളൂ. അതായത് നമുക്ക് ക്വിക്കായിട്ട് നമുക്കൊരു റിവിഷൻ നടക്കാം. നമുക്ക് ഇച്ചിരി സമയമേ ഉള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് എനിക്ക് തോന്നി അതാണ് ഏറ്റവും ബെസ്റ്റ്. ചില സൈറ്റിലൊക്കെ അല്ലെങ്കിൽ ചില ഇതിലൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയും തന്നെ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയെന്ന് വരില്ല, റിവൈസ് ചെയ്യാനും ഒന്നും പറ്റിയില്ല. പക്ഷേ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് എന്ത് വേണ്ട കാര്യങ്ങളെല്ലാം ആ ഒരു ടൈം സ്പാനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് തന്നെ ചേരാം എന്നുള്ളൊരു കാര്യം വിചാരിച്ചു. ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ആണല്ലോ ടൈം. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ട് ഏറ്റവും കുറച്ച് സമയത്തിൽ പറയാമോ അതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പല കുട്ടികളും പക്ഷെ പരാതിയും പറയും, ഒരുപാടില്ല സാറേ, ഞങ്ങൾക്ക് ഒത്തിരി ഇല്ല എന്ന് പറയും. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നേരം സ്റ്റഡീസ് നമ്മുടെ പ്രയോറിറ്റി ആവില്ല. പക്ഷെ കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ അങ്ങനെ പ്രയോറിറ്റി വെക്കുന്നവർക്ക് എപ്പോഴും കുറച്ചുകൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് എപ്പോഴും കുറച്ച് കാച്ചി കുറുക്കിയതാണല്ലേ സന്തോഷം. I+ന്റെ ഈ ജേർണി സഹായിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെ ആസ്പെക്റ്റിലായിരുന്നു I+ ഈ പ്രിപ്പറേഷനിൽ? നെറ്റിന്റെയും കോച്ചിങ് നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ സഹായിച്ചു എന്ന് പറയാം? ഞാൻ നെറ്റിനും ചേർന്നിട്ടുണ്ട്. നെറ്റിന്റെ കൂടാണ് എനിക്ക് സെറ്റിന്റെ വീഡിയോ കിട്ടിയത്. അപ്പോൾ അതും കൂടെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് പിന്നെ വേറെ പ്രീവിയസ് ഇയർ നോക്കേണ്ട കാര്യമേ ഇല്ല. ഇതിനകത്ത് പ്രീവിയസ് ഇയറിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് അതിന് ആൻസേഴ്സ് വരുന്നത് അത് വളരെ പെർഫെക്റ്റ് ആണ്. അത് ഓരോ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് I+നകത്ത് ആ ഒരു ഇതിനകത്ത് വേറെ സൈറ്റിലൊന്നും അത് പറയുന്നില്ല. ക്വസ്റ്റ്യൻ ആൻസറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഉണ്ട്. പക്ഷെ അതിൻ്റെ
എക്സ്പ്ലനേഷൻ ഇല്ല. അത് ഇതിനകത്ത് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം അത് ഓരോന്നും ഓരോ ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് തോന്നുന്നു I+ൽ പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് ഓരോ മൊഡ്യൂൾ വൈസും ഉണ്ട്. അതല്ലാതെ തന്നെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് വൈസും എല്ലാം അത് കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ട്, സാറിന് ഡെയിലി മോട്ടിവേഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ അതുമായിട്ട് ഇരിക്കുന്ന ആൾക്ക് എപ്പോഴും നല്ലതാണ്. ഡെയിലി ഓരോ മോട്ടിവേഷനും കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു ക്ലാസ്സും 5 ക്വസ്റ്റ്യൻസ് തരുന്നതും ഫ്രീ ടെസ്റ്റും എല്ലാമായിട്ട് അങ്ങനെ അത് വളരെ കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ ഒരു കീ. എന്തായാലും അത് ഹെൽപ്ഫുൾ ആയി എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പഠിക്കുന്നതിനോടൊപ്പം ഈ പ്രീവിയസ് കൂടി നോക്കി പോവാണെങ്കിൽ സെറ്റ് പരീക്ഷകളൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു പ്രധാനമായിട്ട് ഫേസ് ചെയ്ത ചില ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ ഏതാണ് ഫോക്കസ് ചെയ്ത ഏരിയകൾ? ഈ 2 കാര്യങ്ങളൊന്ന് പറയാമോ? എനിക്ക് പേപ്പർ 1നേക്കാളും എപ്പോഴും എനിക്ക് കംഫർട്ടബിൾ പേപ്പർ 2 ആയിരുന്നു. കാരണം പേപ്പർ 2 കോമേഴ്സ്, ഞാൻ BCom MCom കഴിഞ്ഞു. അപ്പം എല്ലാം കോമേഴ്സ് റിലേറ്റഡ്. അപ്പം ആ ടോപ്പിക്കുകളെല്ലാം നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ച് കഴിഞ്ഞ് വെച്ച് അപ്പം ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടിയെടുത്താലും മതി. കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പേപ്പർ 1ൻ്റെ കാര്യത്തിലാണ് ഒന്നിന്ന് തുടങ്ങേണ്ട ടോപ്പിക്കുകളായിരുന്നു. അത് നെറ്റിൻ്റെ കാര്യത്തിലും സെറ്റിൻ്റെ കാര്യത്തിലും. സെറ്റും നെറ്റും എഴുതുമ്പം എപ്പോഴും രണ്ടും റിലേറ്റഡ് ആണ്. കുറേ ടോപ്പിക്കുകൾ സെയിം ആയിട്ട് കിടക്കുകയാണ്. അത് കുറച്ച് പേപ്പർ 1ലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസമുള്ളത് നെറ്റും സെറ്റും തമ്മിൽ നോക്കുമ്പോൾ. കോമേഴ്സ് 2ലും സെയിം ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നോക്കി എപ്പോഴും ഞാൻ കോമേഴ്സ് പഠിക്കാനാണ് കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്നതായതുകൊണ്ട്. പിന്നെ ഞാൻ ആ ഒരു ലൈൻ അങ്ങ് മാറ്റി. അറിയാത്തത് ആദ്യം പഠിച്ചിട്ട് പിന്നെ അറിയാവുന്നത് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടൈം ഇല്ലെങ്കിലും നമുക്ക് പഠിക്കാമല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും ആ ഒരു രീതിയിലായിരുന്നു നിന്നത്. ഞാനിവിടെ വന്നപ്പോൾ കണ്ടു ചെറിയൊരു മകളുണ്ട്. കൈക്കുഞ്ഞുമായിട്ടാണ് ഈ പ്രിപ്പറേഷൻ ജേണി. ഒരു 6 മാസം പഠിച്ചിട്ടുണ്ട്. കുഞ്ഞിനിപ്പോൾ 1 വയസ്സായിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോകളൊക്കെ കാണുന്ന അമ്മമാര് കുറച്ചധികം ആൾക്കാരുണ്ടാവും. നമ്മുടെ വിദ്യാർത്ഥികളോട് എന്താണ് ഹസീബയ്ക്ക് പറയാനുള്ളത്? ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തതിനെ പറ്റിയും പാരന്റ്ഹുഡിനോടുകൂടെ എങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളത് പറഞ്ഞാൽ അവർക്ക് ഒരുപാടൊരു മോട്ടിവേഷൻ ആവാനും അടുത്തൊരു വിജയി അവരാവാനും ഉള്ള സാധ്യത കൂടും. അവരോട് എന്താണ് പറയാനുള്ളത്? ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്. ഫാമിലി സപ്പോർട്ടാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരോട്, കല്യാണം കഴിയാത്തവർ നമുക്ക് സ്റ്റഡീസ് ആയിരിക്കും നമ്മുടെ മെയിൻ പ്രയോറിറ്റി. നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പോവുക, പഠിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട. പക്ഷെ കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അങ്ങനെ സ്റ്റഡീസ് പ്രയോറിറ്റി ആക്കി വെക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ പഠിക്കാം എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അപ്പം എപ്പോഴും നിങ്ങൾ ഫാമിലിയായിട്ട് സംസാരിച്ച് ആ ഒരു ലൈൻ ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് നോക്കുക. കാരണം ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ നല്ല ഒരു കോച്ചിങ് അത് എന്താണെങ്കിലും വേണം. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞെങ്കിൽ ഒറ്റയ്ക്ക് പ്രിപ്പയർ ആകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഈ I+ൻ്റെ എല്ലാം നിങ്ങൾ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ശതമാനം വിജയ ശതമാനം എല്ലാം നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാം എന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നെറ്റാണെങ്കിലും സെറ്റാണെങ്കിലും നിങ്ങൾ സെറ്റ് മാത്രം എഴുതുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് എഴുതാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്യുക. നെറ്റിൻ്റെ കൂട്ടത്തിൽ സെറ്റും എഴുതുക. കാരണം രണ്ടും ലിങ്ക്ഡാണ്. അപ്പോൾ നിങ്ങൾ ഒന്നിനു വേണ്ടി മാത്രം പഠിച്ച് ടൈം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ രണ്ടിനും പഠിക്കണം. നെറ്റും സെറ്റും ഏകദേശം സിമിലർ സിലബസ് ടോപ്പിക്സും എല്ലാം ആണ്. അപ്പം പിന്നെ രണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിനും എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്തതിനും മുന്നോട്ടുള്ള ജേർണിയിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അടുത്തടുത്ത വിജയങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.